ചില പുതിയ ഡയമെൻഷനുകളെ ക്യാച്ചപ്പ് ചെയ്തിട്ടെ. Catch up certain new dimensions in your life. നിങ്ങളുടെ സ്പിരിറ്റ് മാൻ ചില പുതിയ ദൈവിക രീതികളെ പിടിക്കട്ടെ. Let your spirit man catch certain new dimensions of the spirit. ചില പുതിയ രീതികൾ, ദൈവിക രീതികൾ ഒന്ന് പഠിക്കട്ടെ. Let your spirit man learn few new dimensions in the ways that God works. ദൈവത്തിന്റെ ചില ഭാവങ്ങളും കൂടി ഒന്ന് പഠിക്കട്ടെ. Also learn few expressions of God. കാരണം നമ്മൾ ഇന്നലെ പഠിച്ചു, because we learned yesterday. നമ്മൾ മഹത്വത്തിന്റെ തലമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. We were learning the realms of glory. ആ മഹത്വത്തിന്റെ തലത്തിൽ, in the realms of glory, ദൈവത്തിന്റെ എല്ലാ രീതികളും പഠിക്കണം. എല്ലാ രീതിയും. we have to learn every way that God works. ദൈവത്തിന്റെ എല്ലാ ഭാവങ്ങളും പഠിക്കണം. We should also learn every expressions of God. ദൈവത്തിന്റെ എല്ലാ മുഖഭാവങ്ങളും പഠിക്കണം. We should also learn every facial expressions of God. എപ്പോഴും തീയല്ല, it's not always in fire. എപ്പോഴും നിശബ്ദതയുമല്ല, it's not always in silence. എപ്പോഴും സ്നേഹമല്ല, it's not always love. എപ്പോഴും ദേഷ്യവുമല്ല, it's not always anger. എന്നാൽ ദൈവത്തിന്റെ പല ഭാവങ്ങളെ പഠിച്ചേ തീരൂ. We have to learn and understand the various expressions and ദൈവത്തിന്റെ dimensions. പുതിയ ഭാവങ്ങളെ റിസർച്ച് നടത്താനാണ് ഇന്നത്തെ ഈ ശുശ്രൂഷ. Oh, this meeting is to research and find the new expressions of God. ദൈവത്തിന്റെ പുതിയ ഭാവങ്ങളെ റിസർച്ച് നടത്തുന്ന കൂട്ടമാണ് ഈ ഗ്ലോറിയസ് ആർമി. This glorious army of Christ is researching the new dimensions of the Lord. ഞാനും ഇന്നൊരു സയന്റിസ്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. ദൈവത്തെ ഒന്ന് അറിയണം എനിക്ക്. I am standing here as a scientist. I want to know God more. ഉറക്കെ പറഞ്ഞിട്ട് എനിക്ക് ദൈവത്തെ അറിയണം. I want to know God more. പൗലോസ് പറയുന്നു I want to know Christ. As Paul says, I want to know Christ. പൗലോസ് പറയുന്നു എനിക്ക് ക്രിസ്തുവിനെ അറിയണം. Paul says, I want to know Christ. എനിക്ക് ക്രിസ്തുവിന്റെ ഡയമെൻഷനുകളെ അറിയണം. I want to know the dimensions of Christ. എനിക്ക് ക്രിസ്തുവിന്റെ തലങ്ങളെ അറിയണം. I want to know the dimensions of Christ. ഹല്ലേലൂയ. Hallelujah. ഇന്ന് നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത് ക്രിസ്തുവിന്റെ ഡയമെൻഷനുകളെ പഠിക്കുവാനായിട്ടാണ്. Today we have gathered here to understand and learn the dimensions of God. ഇന്ന് നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത് ക്രിസ്തുവിന്റെ അടുത്ത ഭാവങ്ങൾ ഏതാണെന്ന് റിസർച്ച് ചെയ്യുവാനാണ്. Today we have gathered here to understand the next dimensions of God.